ഓർമ്മകളിൽ നക്ഷത്രമായി തിളങ്ങിക്കൊണ്ടേയിരിക്കുന്നു എന്ന ഘട്ടത്തിൽ ഇവിടെ അധികം സമയമെടുക്കില്ല. പക്ഷെ ഇപ്പോഴുള്ള ഈ ആൾക്കൂട്ടത്തെ വകഞ്ഞു മാറ്റി വേണം ഈ മൃത്യുവാഹനത്തിന് പുറത്തു കടക്കാൻ. അത് കടന്നു കഴിഞ്ഞാൽ പിന്നെ അധികം സമയമെടുക്കില്ല. അത് വളരെ വേഗം തന്നെ അവിടെ എത്തുകയും ചെയ്യും. 5:30 സംസ്കാര കർമ്മങ്ങൾ എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. നേരത്തെ നിശ്ചയിച്ചിരുന്നതും അതാണ്. അതിനനുസരിച്ച് തന്നെയാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. 5:30 MTയുടെ ചേട്ടന്റെ മകൻ സതീശൻ ചേട്ടനാണ് ഈ കർമ്മങ്ങൾ നിർവഹിക്കുന്നത്. വീട്ടിനകത്ത് നടത്തിയ കർമ്മങ്ങളിൽ മുഴുവൻ ആളുകളും മുഴുവൻ കുടുംബാംഗങ്ങളും അദ്ദേഹത്തിന് അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ചു. സ്മൃതിപഥത്തിൽ ഈ കർമ്മങ്ങൾ നിർവഹിക്കുക MTയുടെ ചേട്ടന്റെ മകനാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനാവുന്നത്. അങ്ങനെയാണ് കുടുംബം അറിയിച്ചിട്ടുള്ളത്. എന്തായാലും അതിനപ്പുറത്ത് ഇവിടെ നിന്നുള്ള ഈ ജനക്കൂട്ടത്തെ മാറ്റിയാൽ പിന്നെ അധികം നേരമുണ്ടാവില്ല. പക്ഷെ ആ ശ്മശാനത്തിലേക്ക് കടക്കുന്ന ഘട്ടത്തിലും സ്വാഭാവികമായും ഒരു അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അവിടെയും ആൾക്കൂട്ടം ഉണ്ട് എന്ന് നേരത്തെ CK വിജയൻ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞാൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ അധികം സമയം വേണ്ടിവരില്ല എന്ന് തന്നെയാണ് അഭിലാഷ് വിശ്വസിക്കുന്നത്. കഥയുടെ ആചാര്യൻ, കഥയില്ലാത്ത മലയാളികളെ കഥ പഠിപ്പിച്ച എഴുത്തുകാരൻ, അദ്ദേഹം ഈ അവസാന അഭയം എന്ന വാഹനത്തിൽ അദ്ദേഹം തിരിച്ചു പോവുകയാണ്. CK വിജയൻ മാവൂർ റോഡിൽ നിന്ന് ഓടിച്ചേരുന്നുണ്ട്. വിജയൻ, വലിയ തിരക്കാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. അവിടെയും സമാനമായ രീതിയിൽ ആളുകൾ നിറഞ്ഞു നിൽക്കുകയാണോ? അവിടെ എത്തിയാലും വേഗത്തിൽ ചടങ്ങുകൾ പൂർത്തിയാക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ദിവിഷെ, ഒന്നും പറഞ്ഞുകൂടാ. കാരണം നമ്മൾ ഇവിടെ വരുമ്പോഴുള്ള അവസ്ഥ ആകെ 2-3 പേരായിരുന്നു ഒരു അരമണിക്കൂർ മുൻപ് ഞങ്ങൾ ഇവിടെ എത്തുമ്പോൾ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ അന്തരീക്ഷം നോക്കുക. ഇപ്പോൾ ഓരോ ആൾക്കാരായി വന്ന് നിറഞ്ഞ് ഇപ്പോൾ ഈ പ്രദേശം മുഴുവൻ ആൾക്കാരായി. അതിൽ ഒരുപാട് പേർ നേരത്തെ ഉള്ളവരല്ല, എല്ലാവരും പല സ്ഥലങ്ങളിൽ നിന്നായി വന്നവരാണ്. ഇവിടെ എത്തിയവരാണ്. വീട്ടിൽ പോകാൻ ഒരുപക്ഷെ കഴിയാത്തവരാണ്. മറ്റൊരു സ്ഥലത്തും അല്ലെങ്കിൽ ആശുപത്രികളിലും മറ്റും എത്തിച്ചേരാൻ കഴിയാത്തവരാണ്. അങ്ങനെയുള്ള ഒട്ടേറെ പേർ ഇപ്പോൾ ഈ സ്ഥലത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ ക്യാമറയ്ക്ക് ഈ പരിസരങ്ങളിലുള്ള മുഴുവൻ ആൾക്കാരെയും നോക്കും. ഇപ്പോൾ MN കാരശ്ശേരി ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇവിടെ ഇരുന്നു. KP രാമനുണ്ണിയെ പോലുള്ള ആൾക്കാരുണ്ട്, TP രാമകൃഷ്ണനെ പോലുള്ള ആൾക്കാരുണ്ട്. അത്തരത്തിൽ പല പ്രമുഖരായ ആൾക്കാരും അതോടൊപ്പം തന്നെ സാധാരണ ജനങ്ങളുമുണ്ട്. പക്ഷേ നടന്നു വരാൻ പോലും കഴിയാത്ത ചിലരടക്കം ആൾക്കാർ ഇവിടെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി എത്തിച്ചേരുന്നുണ്ട്. നിൽക്കുന്ന ഈ സ്ഥലം, അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് ഒരു ചെറിയ സർക്കാരിൻ്റെ ഔദ്യോഗിക വിടചൊല്ലൽ ചടങ്ങ് ഇവിടെ നടത്തും. ഇവിടെ വെച്ചായിരിക്കും ഔദ്യോഗികമായ യാത്രയയപ്പ് നൽകുക. സർക്കാരിൻ്റെ ചിട്ടപ്രകാരമുള്ള യാത്രയയപ്പ് ഇവിടെ നിന്ന് നൽകും. ഇവിടെ നൽകിയതിന് ശേഷം നേരെ ഇപ്പോൾ എൻ്റെ ഇടതുഭാഗത്ത് കാണുന്ന ഈ കോറിഡോർ, ഈ വരാന്തയിലൂടെ നേരെ ഈ ക്രിമിറ്റോറിയത്തിൻ്റെ അകത്തേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യും. അവിടെ എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായ ചെറിയ 1-2 ചടങ്ങുകൾ കഴിഞ്ഞാൽ അല്പസമയത്തിനകം തന്നെ അത് ഈ പറയുന്ന ക്രിമിറ്റോറിയത്തിൻ്റെ അകത്തേക്ക് പ്രവേശിപ്പിക്കുകയും അത് ഒരു ഗ്യാസ് ചേമ്പറുമായി കണക്ട് ചെയ്താണ് അവിടെ വെച്ച് ഈ ദഹിപ്പിക്കൽ നടക്കുകയും ചെയ്യും. അതിനെല്ലാം കൂടി ഒരുപക്ഷെ ഒരു 10 മിനിറ്റിൽ താഴെ മാത്രമേ സമയമെടുക്കുകയുള്ളൂ എന്നാണ് ഇതിൻ്റെ സാങ്കേതിക വിദഗ്ധരും മറ്റും അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ നവീകരിച്ച ഈ സ്മൃതിപഥത്തിൻ്റെ ഈ ചുറ്റും ഒരുപാട് ആൾക്കാർ ഇപ്പോൾ കൂടി നിൽക്കുന്നത് അദ്ദേഹത്തെ ഇവിടെ വച്ചെങ്കിലും ഒരു നോക്ക് കാണുക എന്ന ഒരു ആഗ്രഹത്തോടു കൂടിയാണ്. അതിനുവേണ്ടിയാണ് ആൾക്കാരിൽ പലരും ഇവിടെ എത്തിയിട്ടുള്ളത്. ഒരുപക്ഷെ സിതാരയിൽ എത്തിച്ചേരാൻ കഴിയാത്തവരുണ്ട്. അതിനോടൊപ്പം തന്നെ പലതവണ അവിടെ വരികയും കാണുകയും ചെയ്ത ആൾക്കാരുണ്ട്. ആശുപത്രിയിലെത്തി കണ്ടവരുണ്ട്. അങ്ങനെ ഒരു നോക്ക് കണ്ട് മതിയാവാത്ത ആൾക്കാർ, അത്രമാത്രം പ്രിയപ്പെട്ട MTക്ക് യാത്രയയപ്പ് നൽകുന്നതിന് വേണ്ടി, അന്ത്യയാത്ര നൽകുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വളരെ അനായാസം ഇവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇവിടെ കിടത്തി അന്ത്യോപചാരം അർപ്പിച്ചതിന് ശേഷം, സർക്കാരിൻ്റെ അന്ത്യോപചാരം അർപ്പിച്ചതിന് ശേഷം നേരെ കൊണ്ടുപോയി സംസ്കരിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കുറച്ചു നേരം ഇവിടെ ഒരു പൊതുദർശനത്തിന്റെ മാതൃകയിൽ തന്നെ അല്ലെങ്കിൽ ആൾക്കാർക്ക് കാണുന്നതിന് ഒരുപാട് ആളുകൾ അവിടെ കാത്തുനിൽക്കുന്നതായി CK വിജയൻ റിപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ഒരിക്കൽ കൂടി സിത്താരയിലേക്ക് പോയാൽ അല്പസമയത്തിനകം MT വാസുദേവൻ നായരുടെ ഭൗതിക ശരീരം വാഹനത്തിലേക്ക് മാറ്റും. ഇപ്പോൾ ഒരു താമസം ഉണ്ടായതിന് കാരണം വൈകി വന്ന ആളുകൾക്ക് കാണാനുള്ള അവസരം ഒരുക്കിയതാണ്. നേരത്തെ 3 മണിയോടുകൂടി 3 മണിക്ക് ശേഷം ഈ മതാചാരപ്രകാരമുള്ള ചടങ്ങുകൾക്ക് വേണ്ടി ആളുകളെ കാണിക്കുന്ന ആ പ്രക്രിയ നിർത്തിവെച്ചിരുന്നു. എന്നാൽ അതിനുശേഷം കുറച്ചുകൂടി ആളുകൾ വന്നിട്ടുണ്ട്. നമ്മൾ തന്നെ ദൃശ്യങ്ങളിൽ കണ്ടു ആളുകൾ വരുന്നത്. അവർക്ക് കൂടി കാണാനുള്ള അവസരം ഒരുക്കിയതാണ്. അവർ കൂടി കണ്ടു കഴിഞ്ഞാൽ ഈ പുഷ്പാലങ്കൃതമായ വാഹനത്തിലേക്ക് MT വാസുദേവൻ നായരുടെ ഭൗതിക ശരീരം വാഹനം നീങ്ങുകയാണല്ലേ?
ഇപ്പൊ ഷഹീദ് അവിടെ നിന്ന് വിവരങ്ങൾ. ഷഹീദ് പറഞ്ഞോളൂ. പോലെ തന്നെ കേരളത്തിന്റെ മഹാസാഹിത്യകാരന് അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടിയുള്ള ആളുകളുടെ നീണ്ട വരിയാണുള്ളത്. ഇപ്പോൾ അതിനുവേണ്ടിയാണ് ഇപ്പോൾ വൈകിയത്. ഇപ്പോൾ ആളുകൾ ഇപ്പോഴും വീടിന് മുമ്പിൽ തടിച്ചുകൂടി നിൽക്കുന്നുണ്ട്. ആംബുലൻസ്, പുഷ്പാലങ്കൃതമായ ആംബുലൻസ് MTയുമായി മാവൂർ റോഡ് ശ്മശാനത്തിലേക്ക് പോകുന്ന ആംബുലൻസ് റെഡിയായി ഇവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ആളുകൾ മഞ്ഞിൽ പൊതിഞ്ഞ സ്നേഹത്തിൽ അദ്ദേഹത്തെ മൂടാനായി ആളുകൾ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി വീട്ടിൽ ഇപ്പോഴും മൃതദേഹം അവിടെ വെച്ചിരിക്കുകയാണ്. അല്പസമയം കൂടി മാത്രമേ അങ്ങനെ ഉണ്ടാവുകയുള്ളൂ. അതിനുശേഷം സിതാരയിൽ നിന്നും അദ്ദേഹം പതിറ്റാണ്ടുകളോളം താമസിച്ചതിൻ്റെ എഴുത്തും ജീവിതവും ചിന്തയും വായനയും എല്ലാം നടത്തിയിരുന്ന ഈ സിതാരയുടെ എന്ന വീട്ടിൽ നിന്നും ശ്മശാനത്തിലേക്കുള്ള അവസാന യാത്രക്ക് ഒരുങ്ങുകയാണ്. നിരവധി ആളുകൾ ഇവിടെയുണ്ട്. അവരെല്ലാവരും, ഏറെക്കുറെ എല്ലാവരും തന്നെ വാഹനത്തെ അനുഗമിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ ഈ വിലാപയാത്ര ആ രീതിയിൽ ഉണ്ടാകില്ല എന്നായിരുന്നു അറിയിപ്പുള്ളത്. ഔദ്യോഗികമായ ഒരു വിലാപയാത്രയ്ക്ക് ഇപ്പോഴും തീരുമാനമില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ഈ സിതാരയിൽ നിന്നും മാവൂർ റോഡിലെ ശ്മശാനത്തിലേക്കുള്ള ആ യാത്ര ഒരു വിലാപയാത്രയായി തന്നെ, അപ്രഖ്യാപിതമായ ഒരു വിലാപയാത്രയായി തന്നെ മാറുമെന്നാണ് നമ്മൾ കരുതുന്നത്. കാരണം ആളുകൾ സ്നേഹത്തിൽ പൊതിഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തെ, പ്രിയപ്പെട്ട മഹാസാഹിത്യകാരനെ. അതുകൊണ്ട് തന്നെ അവരെ MT ഉപേക്ഷിച്ച്, അല്ലെങ്കിൽ അവിടെ സിതാരയിൽ നിന്ന് കണ്ടു മടങ്ങാനല്ല ആളുകൾ ഇവിടെ വന്നിരിക്കുന്നത്. അവർ അദ്ദേഹത്തെ അനുഗമിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. മാവൂർ റോഡ് വഴി KSRTC വഴി ആയിരിക്കും, മെയിൻ റോഡ് വഴിയായിരിക്കും മാവൂർ റോഡ് ശ്മശാനത്തിലേക്ക് മൃതദേഹം കൊണ്ടുപോകുക. അല്പസമയം കൂടി മാത്രമേ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരുമോ? ഈ ആളുകൾ എല്ലാവരും കൂടി അനുഗമിച്ചാൽ ഒരുപക്ഷെ മാവൂർ റോഡിലേക്ക് എത്തുക അല്ലേ? ഇപ്പൊ നമ്മൾ നിശ്ചയിച്ച സമയത്തേക്കാൾ കൂടുതലായാൽ സാധ്യതയുണ്ട്. മറ്റിടങ്ങളിലൊക്കെ ഗതാഗത അതെങ്ങനെയാണ് ഒരു ക്രമീകരണം കൂടി പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്? നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ആളുകളെ അങ്ങനെ നിലവിൽ നിയന്ത്രിക്കാൻ ഉള്ള പരിമിതമായ അല്ലെങ്കിൽ നിശ്ചിതമായ ആളുകൾ മാത്രമായുള്ള ഒരു ക്രമീകരണമൊന്നും പോലീസ് ഏർപ്പെടുത്തിയിട്ടില്ല. അതേസമയം വാഹനം ആംബുലൻസിലാണ് പോകുന്നതെങ്കിൽ കൂടി അത് വേഗത കുറച്ച് സഞ്ചരിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. ഇത് സംബന്ധിച്ച അവസാന ഘട്ടത്തിൽ മാത്രമേ അത് സംബന്ധിച്ചുള്ള ഒരു ആ സമയത്തുള്ള പൊതു നിലപാട് അല്ലെങ്കിൽ സാഹചര്യം മനസ്സിലാക്കി വിലയിരുത്തി ഒരു പക്ഷേ തീരുമാനമെടുത്തേക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് വാഹനം, ആംബുലൻസ് പതുക്കെ സഞ്ചരിക്കുകയും മാവൂർ റോഡ് വഴി, അതായത് മഹാസാഹിത്യകാരന് നമുക്കറിയാമല്ലോ, ഈ ലോകത്ത് അല്ലെങ്കിൽ കേരളത്തിലായാലും ഇന്ത്യയിലായാലും ഒക്കെ ഇത്തരം സാഹിത്യകാരന്മാർക്ക് വലിയ ഈ വിലാപയാത്രകളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടുള്ളൊരു അന്ത്യയാത്രയാണ് നടത്താറുള്ളത്. പക്ഷേ MT അക്കാര്യത്തിൽ നിർബന്ധ ബുദ്ധി എടുക്കുകയായിരുന്നു. അത്തരമൊരു വിലാപയാത്രക്ക് അവസരം, അല്ലെങ്കിൽ അതിന് അങ്ങനെയൊന്നും വേണ്ട എന്ന് അദ്ദേഹം തീരുമാനമെടുക്കുകയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവർ, അദ്ദേഹത്തിനെ സ്നേഹിക്കുന്നവർ, വായനക്കാരെല്ലാവരും കൂടി തടിച്ചുകൂടിയ സാഹചര്യത്തിൽ കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ. സിതാരയിൽ നിന്നും ഒരു 5-10 മിനിറ്റ് മാത്രമേ ഉള്ളൂ. സിതാരയിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ, മന്ത്രിമാർ, ഗവർണർ ഒക്കെ ഉണ്ട്. ഗോവ ഗവർണർ PS ശ്രീധരൻ പിള്ളയെ കണ്ടു, മന്ത്രി MB രാജേഷ്, അതുപോലെ തന്നെ മന്ത്രി മുഹമ്മദ് റിയാസ്. അങ്ങനെ ഒരു വലിയ ജനസഞ്ചയം തന്നെ അവിടെ ഉണ്ട്. ഇപ്പോൾ മുഹമ്മദ് റിയാസ് പുറത്തേക്ക് വരികയാണ്. അല്പസമയത്തിനകം തന്നെ മന്ത്രിമാരായ PA മുഹമ്മദ് റിയാസ്, MB രാജേഷ്, കടന്നപ്പള്ളി രാമചന്ദ്രൻ, മുൻ MLA A പ്രദീപ് കുമാർ, MLA രാഹുൽ മാങ്കൂട്ടത്തിൽ, അങ്ങനെ നിരവധി പേർ ഇപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. മൃതദേഹം സിതാരയിൽ നിന്ന് എടുക്കുകയാണ്, വാഹനത്തിലേക്ക് കയറ്റുകയാണ്. MT വാസുദേവൻ നായർക്ക് സിതാര വിട നൽകുകയാണ്. പതിറ്റാണ്ടുകൾ MT വാസുദേവൻ നായർ താമസിച്ചിരുന്ന ഇടം, ഇപ്പോൾ അദ്ദേഹം അവസാനമായി അവിടെ നിന്നൊരു യാത്ര പോവുകയാണ്. ഇനി തിരികെ സിതാരയിലേക്ക് ഒരു യാത്രയില്ല. MT വാസുദേവൻ നായരുടെ മൃതദേഹം ഇപ്പോൾ വാഹനത്തിലേക്ക് കയറ്റുകയാണ്. സിതാരയിൽ നിന്ന് മൃതദേഹം വാഹനത്തിലേക്ക് കയറ്റുന്നു. ഇനി ഈ യാത്ര MTയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ യാത്രയാണ്. സിതാരയിൽ നിന്ന് അദ്ദേഹം ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്. ലോകത്തിൻ്റെ ഒരുപാട് ഭാഗങ്ങളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഒരു മടക്കമുണ്ടായിരുന്നു, തിരിച്ചുവരവുണ്ടായിരുന്നു. ഇത് തിരിച്ചുവരവില്ലാത്ത യാത്രയാണ്. ഇത്തരം മനുഷ്യരായി ജനിച്ചവർക്ക് ഇത്തരം കാര്യങ്ങളിൽ നിന്നൊന്നും ഒഴിഞ്ഞു നിൽക്കാനാവില്ല എന്ന് അദ്ദേഹം വാരാണസിയിൽ എഴുതുന്നുണ്ട്. അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു വിലാപയാത്രയും മറ്റുമൊക്കെ ഒഴിവാക്കപ്പെടണമെന്ന്. പക്ഷേ
അത് ജീവിതത്തിന്റെ ഒരു യാഥാർത്ഥ്യമായി MT തന്നെ MTയുടെ കഥകളിൽ ഇതിഹാസമായി മരണം കാത്തിരിപ്പുണ്ട് എന്ന് MT പറയുന്നത് പോലെ മരണമാണ് ഏറ്റവും വലിയ സത്യമെന്ന് ഉള്ള തിരിച്ചറിവ് അദ്ദേഹം എപ്പോഴും പുലർത്തിയിരുന്നു. അത് അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ തൻ്റെ ജീവിതത്തിന് ആരോടൊക്കെ കടപ്പെട്ടിരിക്കുന്നു, ആധുനിക വൈദ്യശാസ്ത്രത്തോട്, ഈശ്വരനോട്, കാലത്തോട് ഒക്കെ കടപ്പെട്ടിരിക്കുന്നു എന്നുള്ള പലതവണ വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി. പക്ഷേ അദ്ദേഹം ഓരോ തവണയും തിരിച്ചു വരുന്നു. വന്നപ്പോഴൊക്കെ മലയാള സാഹിത്യത്തിന് മുതൽക്കൂട്ടാവുന്ന വലിയ സംഭാവനകൾ അദ്ദേഹത്തിൻ്റെ കൈവശം ഉണ്ടായിരുന്നു എന്നതാണ്. പക്ഷേ ഇത്തവണ 91 വയസ്സിൽ അദ്ദേഹത്തിന് ആ തിരിച്ചറിവ് സാധ്യമായില്ല. അദ്ദേഹം തന്നെ പറഞ്ഞ പോലെ വളരെ നിസ്സംഗതയോടെ മരണത്തെ, അല്ലെങ്കിൽ മരണമെന്ന സത്യത്തെ അദ്ദേഹവും ഉൽകുകയാണ്. ആ യാഥാർത്ഥ്യം മലയാളികളും അംഗീകരിക്കുമ്പോൾ നേരത്തെ അദ്ദേഹത്തിന് 42-ാമത്തെ വയസ്സിൽ 1977 മരണം വന്നു തൊട്ടിട്ട് പോയതാണ്. അതെ. അതിനുശേഷം ഇത്രയും വർഷം, ഇത്രയും പതിറ്റാണ്ടുകൾ അദ്ദേഹം നിറഞ്ഞ സാന്നിധ്യമായി നിന്നു. MT എന്ന മനുഷ്യൻ മരിക്കുകയാണ്, പക്ഷേ MT എന്ന എഴുത്തുകാരൻ പുനർജനിക്കുകയാണ്.